ക്രിക്കറ്റ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് BCCIയുടെ തലപ്പത്തുനിന്ന് അജിത് അഗാർക്കർ പടിയിറങ്ങാൻ പോകുന്നു എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിനെ തന്നെ പിടിച്ചുകുലുക്കുന്ന ഈ വലിയ വാർത്തയ്ക്ക് പിന്നിൽ മറ്റാരെയുമല്ല, ഹിറ്റ്മാൻ രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ട കടുത്ത തർക്കങ്ങളാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും കണ്ണ് തള്ളിയിരിക്കുകയാണ്. കാര്യങ്ങളുടെ കിടപ്പുവശം പരിശോധിക്കുമ്പോൾ 2027 നടക്കാനിരിക്കുന്ന ഏകദിന ലോകകപ്പിൽ രോഹിത് ശർമ്മയെ ടീമിന്റെ പ്ലാനുകളിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന അജിത് അഗാർക്കറുടെ കടുത്ത നിലപാടാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. വരുന്ന ഇംഗ്ലണ്ടിനെതിരെയുള്ള ഏകദിന പരമ്പരയോടുകൂടി രോഹിത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും സ്വന്തം ഇഷ്ടപ്രകാരം വിരമിക്കൽ പ്രഖ്യാപിക്കണം എന്ന് സെലക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടതായും അല്ലാത്തപക്ഷം താരത്തെ ടീമിൽ നിന്നും ഒഴിവാക്കാൻ പോലും മടിക്കില്ല എന്ന തരത്തിലുള്ള സൂചനകളാണ് അഗാർക്കറുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഈ തീരുമാനത്തിന് പിന്നാലെ BCCIയുടെ ഉയർന്ന തലങ്ങളിൽ നിന്നും കടുത്ത എതിർപ്പുകളാണ് അഗാർക്കർക്ക് നേരിടേണ്ടി വന്നത്. രോഹിത് ശർമ്മയെപ്പോലെ ഒരു മാച്ച് വിന്നറെയും നായകനെയും സ്വന്തം ഇഷ്ടപ്രകാരം അടിച്ചോടിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ സെലക്ഷൻ കമ്മിറ്റി ബോർഡിന്റെ അംഗീകാരമില്ലാതെ എടുത്തത് ഉന്നതരെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. T20 ലോകകപ്പ് നേട്ടത്തിന് തൊട്ടുപിന്നാലെയാണ് അജിത് അഗാർക്കറുടെ സെലക്ടർ കാലാവധി 2026 ജൂൺ വരെയായിരുന്നത് ഒരു വർഷത്തേക്ക് കൂടി BCCI നീട്ടി നൽകിയത്. എന്നാൽ ആ സന്തോഷമെല്ലാം തകിടം മറിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ടീമിന്റെ സെലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ടുപോയത്. പ്രത്യേകിച്ച് അയർലൻഡിനെതിരെയുള്ള പരമ്പരയിലും സിംബാബ്വെക്കെതിരെയുള്ള പരമ്പരയിലും അതിനുശേഷം ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയിലുമെല്ലാം ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ വൻതോതിലുള്ള അപാകതകളും അവിശ്വസനീയമായ ഒഴിവാക്കലുകളും നടന്നിരുന്നു. ആരാധകരുടെയും വിദഗ്ധരുടെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഈ സെലക്ഷൻ വഴിവെച്ചിരുന്നു. ഇതിലെയെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഞ്ജു സാംസൺ അടക്കമുള്ള സൂപ്പർ താരങ്ങളെ ടീമിൽ നിന്നും തുടർച്ചയായി തഴയുകയും പ്ലേയിംഗ് 11-ൽ അവസരം നൽകാതെ ബെഞ്ചിലിരുത്തുകയും ചെയ്തത് എന്തിനാണെന്ന കാര്യത്തിൽ BCCIയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ പരസ്യമായും രഹസ്യമായും ചോദ്യങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയിരുന്നു. ഇത്തരത്തിൽ ടീം സെലക്ഷനിൽ സെലക്ഷൻ കമ്മിറ്റി വരുത്തിയ അശാസ്ത്രീയമായ തീരുമാനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ചർച്ചയായപ്പോൾ തന്നെ ബോർഡിന്റെ കണ്ണിൽ അജിത് അഗാർക്കർ പതുക്കെ അനഭിപ്രിയനായി മാറുകയായിരുന്നു. ഇതിനിടയിലാണ് ഇംഗ്ലണ്ടിനെതിരായ ചരിത്രപ്രധാനമായ പരമ്പരയിൽ രോഹിത് ശർമ്മ തന്റെ ക്ലാസ് എന്താണെന്ന് ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി അടയാളപ്പെടുത്തിക്കൊണ്ട് ലോർഡ്സിലടക്കം സെഞ്ചുറി നേടി തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചത്. രോഹിത്തിന്റെ ബാറ്റിൽ നിന്നും റണ്ണുകൾ ഒഴുകിയെത്തിയതോടെ അദ്ദേഹത്തെ ടീമിൽ നിന്നും ഒഴിവാക്കണം എന്ന് വാദിച്ച അജിത് അഗാർക്കറുടെ മുഖത്തേറ്റ ശക്തമായ അടിയായി ആ പ്രകടനം മാറി. രോഹിത്തിന്റെ ഫോമും ആത്മവിശ്വാസവും കണ്ട് ആരാധകരും ആവേശത്തിലായപ്പോൾ അഗാർക്കർ എടുത്ത മുൻ തീരുമാനം എത്രമാത്രം അബദ്ധമായിരുന്നുവെന്ന് ബോർഡിനും ബോധ്യപ്പെടുകയായിരുന്നു. ഇതിനിടയിലാണ് രോഹിത് ശർമ്മയുടെ വിരമിക്കൽ സംബന്ധിച്ച് വന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് BCCI സെക്രട്ടറി ദേവജിത് സൈക്യ തന്നെ നേരിട്ട് രംഗത്തെത്തിയത്. രോഹിത് ശർമ്മ എത്ര കാലം ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹിക്കുന്നുവോ അത്രയും കാലം രാജ്യത്തിനായി കളിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും പിന്തുണയും ടീമിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന ഔദ്യോഗിക പ്രഖ്യാപനം കൂടി വന്നതോടുകൂടി അജിത് അഗാർക്കറുടെ നിലനിൽപ്പ് പൂർണ്ണമായും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. BCCIയുടെ പരസ്യമായ ഈ നിലപാട് മാറ്റം സൂചിപ്പിക്കുന്നത് സെലക്ഷൻ കമ്മിറ്റി തലപ്പത്ത് ഇനി അഗാർക്കർക്ക് അധികനാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ്. ഈ സാഹചര്യങ്ങൾ എല്ലാം കണക്കിലെടുത്തുകൊണ്ട് അജിത് അഗാർക്കർ തന്റെ മുഖ്യ സെലക്ടർ സ്ഥാനം സ്വയം ഒഴിയാൻ സാധ്യതയുണ്ടെന്നും അല്ലെങ്കിൽ BCCI അദ്ദേഹത്തെ ആ സ്ഥാനത്തുനിന്നും പുറത്താക്കാൻ ഔദ്യോഗികമായി നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് നിലവിലെ കായിക ലോകത്തെ ചൂടേറിയ ചർച്ചകൾ. അങ്ങനെയാണെങ്കിൽ അടുത്ത മുഖ്യ സെലക്ടർ കസേരയിലേക്ക് ആരെത്തും എന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ ആരാധകരെല്ലാം ഉള്ളത്. ഇതിനായി ഇതിനകം തന്നെ ചില പ്രമുഖരുടെ പേരുകൾ BCCIയുടെ സജീവ പരിഗണനയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മറ്റാരെയുമല്ല, എക്കാലത്തെയും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളും നിലവിൽ BCCIയുടെ സെന്റർ ഓഫ് എക്സലൻസിന്റെ മേധാവിയുമായ VVS ലക്ഷ്മണിന്റെ പേരാണ്. കഴിഞ്ഞ കാലങ്ങളിൽ പല നിർണായക പര്യടനങ്ങളിലും താൽക്കാലിക പരിശീലകനായി ഒപ്പം യാത്ര ചെയ്യുകയും പ്രത്യേകിച്ച് സിംബാബ്വെ പരമ്പരയിൽ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്ത ലക്ഷ്മണ് സെലക്ഷൻ കമ്മിറ്റിയുടെ തലപ്പത്തേക്ക് എത്തിയാൽ അത് ടീമിന് വലിയൊരു ഉണർവ് നൽകുമെന്നാണ് ബോർഡ് കരുതുന്നത്. യുവതാരങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നതിലും കളിക്കാരെ കൃത്യമായി മനസ്സിലാക്കുന്നതിലും ലക്ഷ്മണിനുള്ള കഴിവ് സെലക്ഷൻ കമ്മിറ്റിക്ക് മുതൽക്കൂട്ടാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ലക്ഷ്മണിന് പുറമെ മറ്റ് ചില വമ്പന്മാരുടെ പേരുകളും ഈ സ്ഥാനത്തേക്ക് അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട്. മുൻ മുഖ്യ പരിശീലകനായിരുന്ന രവിശാസ്ത്രിയുടെ പേരും അതുപോലെ തന്നെ സൂപ്പർ ബ്രെയിൻ എന്നറിയപ്പെടുന്ന സ്പിൻ മാന്ത്രികൻ അശ്വിന്റെ പേരും ഈ ലിസ്റ്റിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അശ്വിൻ പോലുള്ള ഒരു ആധുനിക ക്രിക്കറ്റ് ചിന്താഗതിയുള്ള താരം സെലക്ഷൻ കമ്മിറ്റിയുടെ തലപ്പത്തേക്ക് വരികയാണെങ്കിൽ അത് സെലക്ഷൻ രീതികളിലും തന്ത്രങ്ങളിലും വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും അടുത്ത കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ BCCIയിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അജിത് അഗാർക്കറുടെ പടിയിറക്കവും പുതിയ മുഖ്യ സെലക്ടറുടെ കടന്നുവരവും ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നായിരിക്കുമെന്ന് ഉറപ്പാണ്. വരാനിരിക്കുന്ന വലിയ ടൂർണമെന്റുകളെയും പരമ്പരകളെയും മുന്നിൽ കണ്ടുകൊണ്ട് ശക്തമായൊരു ടീമിനെ വാർത്തെടുക്കാനുള്ള BCCIയുടെ ഈ നീക്കം എത്രത്തോളം വിജയകരമാകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അജിത് അഗാർക്കർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുഖ്യ സെലക്ടർ സ്ഥാനത്തു നിന്നും പുറത്തേക്ക് പോകുന്നു എന്ന ഈ വാർത്തയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? രോഹിത് ശർമ്മയെ ടീമിൽ നിലനിർത്തുന്നതും സെലക്ഷൻ കമ്മിറ്റിയിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങളും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിയെ എങ്ങനെ ബാധിക്കും എന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രിക്കറ്റ് വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.